18 മണിക്കൂറായി ഞാൻ ലൈനിൽ നിൽക്കണം. ഇന്നലെ 5 മണിക്ക് ഞാൻ കയറിയതാ ലൈനിൽ പമ്പയിൽ. അവിടെ നിന്ന് ഇവരൊരു എങ്ങാണ്ടോ കൊണ്ട് കയറ്റിയിട്ടു. 3 മണിക്കൂർ അവിടെ കൂട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ തുടങ്ങിയതാ. ഇപ്പൊ ഇവിടെ എത്തി. ഞാനൊരു ക്യാൻസർ പേഷ്യന്റാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ പ്രകാരം പോകണം വിചാരിച്ചിട്ടാണ്. നമുക്കെന്ന് വെച്ചാൽ പാർട്ടിയും കാര്യങ്ങളില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് ഓരോരുത്തർ കയറുക ഇറങ്ങുക ഇതന്നെ. ഈ ലൈന് മാത്രം മൂവ് ആവുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ തീർത്ഥാടകർ പോലും ഇന്ന് ഉച്ചയോടെയാണ് സന്നിധാനത്തെത്തിയത്. 10 മുതൽ 18 മണിക്കൂർ വരെ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ. ചുക്ക് കാപ്പി ഉണ്ട്, ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡിൽ എത്തുന്നുണ്ട്. ഞങ്ങളിവിടെ കൊടുക്കുന്ന എന്താ, ഈ ദേവസ്വം മന്ത്രിയുടെ മകളെ കല്യാണം കൂടാനാണോ അതോ ഈ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കൂടാനാണോ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത്? പ്രായമായവർ മുതൽ കുഞ്ഞു മാളികപ്പുറങ്ങൾ വരെ തിരക്കിലകപ്പെട്ടു. എന്തോ പറയാനാ, 20 മണിക്കൂറായി നിൽക്കുന്നു. അതുപോലെ കാരണം കഴിഞ്ഞത് വരെ വന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ പലരും വലഞ്ഞു. காலை 4:30 மணிக்கு ஏறின சாமி. வரும்போது அடைச்சு விட்டாங்க. குழந்தை ஒன்றுக்கு போகிறது கூட யூரின் பாஸ் பண்ண கூட முடியல. அப்படி மணிக்கணக்கில் அடைச்சி வைக்கிறாங்க. குடிக்க தண்ணி இல்லை, ஒரு சுத்தமான டாய்லெட், க்ளீன் டாய்லெட் இல்லை, நிறைய பிரச்சனை தான். சாப்பிடவே இல்லை. நேற்று மதியம் ஸ்டார்ட் பண்ணோம் பம்பல. മണിക്കൂറുകൾ കാത്തുകെട്ടി ഭക്തിയോടെ 18ാം പടി ചവിട്ടിയവർ പോലും പോലീസിനോടുള്ള നീരസം തുറന്നടിച്ചു. ഇത് குழந்தைய நீ எதுக்கு கூட்டிட்டு வரேன்னு ஒரு போலீஸ்காரர் கேட்கிறான். ரொம்ப கஷ்டம் சாமி. ரொம்ப மக்களை வந்து ரொம்ப கஷ்டப்படுத்தி അടിക്கிறாங்க, മുതുകിലെ കുത്തി തൂക്കി തള്ളുறாங்க. അതാണ് എന്നോട് കംപ്ലൈന്റ് ആണ്. തിരക്ക് നിയന്ത്രിക്കാൻ വരും ദിവസങ്ങളിൽ 500 പോലീസുകാരെ കൂടി വിന്യസിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് വരും ദിവസങ്ങളിലും ക്രമാതീതമായി കൂടുമെന്നതിന്റെ തെളിവാണ് വെർച്വൽ ക്യൂ ബുക്കിംഗുകൾ 90,000 പിന്നിട്ടത്. അപ്പോഴും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് കൂടാതെ ഭക്തർക്ക് ഒരുക്കേണ്ട സൗകര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.